നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം LDF തൂത്തുവാരുമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. മുക്കത്ത് CTV പ്രാദേശിക വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലയിലും തിരുവമ്പാടി മണ്ഡലത്തിലും LDF മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടതുമുന്നണി വലിയ മുന്നേറ്റം നടത്തുമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. 10 വർഷത്തെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ വീണ്ടും അംഗീകാരം നൽകുമെന്നും 100-ലധികം സീറ്റുകൾ നേടി LDF അധികാരം നിലനിർത്തുമെന്നും വസീഫ് പറഞ്ഞു. കേവല ഭൂരിപക്ഷം നേടി UDF അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു തീരുമാനമെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയ UDFനെ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ നാം കണ്ടതാണ്. അധികാരം കിട്ടിയാൽ ഇവർ നാടിന് തന്നെ അപമാനമായി മാറും. കേരളം ഭരിക്കാൻ LDF അല്ലാതെ മറ്റാരാണെന്നും വസീഫ് ചോദിച്ചു. മറ്റാരാണ് ഇവിടെ ഈ കേരളം ഭരിക്കാൻ പ്രാപ്തിയുള്ളത്? കോൺഗ്രസ് ആണോ? മൈക്കിന് വേണ്ടി പോലും അടികൂടുന്ന, സീറ്റിനുള്ള അടി പോട്ടെ, മൈക്കിന് വേണ്ടി പോലും അടികൂടുന്ന ഇവരെ എങ്ങാനും ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവരൊരു 70-71 MLA ജയിച്ചു എന്ന് കരുതുക. 71 ആൾക്ക് മന്ത്രിയാണ്ടി വരില്ലേ? എങ്ങനെയാണ് ഈ കേരളം മുന്നോട്ട് പോവുക? കേരളത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ തമ്മിൽ തല്ലുന്ന, വികസന കാഴ്ചപ്പാടില്ലാത്ത, ഇച്ഛാശക്തിയില്ലാത്ത, ആർജവത്തോടുകൂടി ഒരു തീരുമാനമെടുക്കാൻ കെൽപ്പില്ലാത്ത ഒരു മുന്നണിയാണോ ഈ UDF? ആ മുന്നണിയെ എങ്ങനെയാണ് ജനം സ്വീകരിക്കുക? സാധാരണ മനുഷ്യർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം. നേരത്തെ 99 ആയിരുന്നെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് 100+ലേക്ക് ഇടതുപക്ഷം പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. കോഴിക്കോട് ജില്ലയിലും തിരുവമ്പാടി മണ്ഡലത്തിലും LDF മികച്ച വിജയം നേടും. ജില്ലയിൽ 13 സീറ്റുകളിലും വിജയിക്കുന്നതിനോടൊപ്പം തിരുവമ്പാടിയിൽ ഭൂരിപക്ഷം ഇരട്ടിയാക്കുമെന്നും വസീഫ് പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിൽ നടന്ന സർവേകളിലെല്ലാം തിരുവമ്പാടിയുടെ MLAക്ക് ഒരു മാർക്കുണ്ട്. അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസനത്തെ ആഗ്രഹിക്കുന്ന, വികസനത്തെ നോക്കിക്കാണുന്ന, ജനപ്രതിനിധികളെ വിലയിരുത്തുന്ന നിഷ്പക്ഷമതികളുടെ ഒരു വോട്ടാണ്. ആ വോട്ടിൽ ഈ തിരുവമ്പാടി മണ്ഡലത്തിൽ ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ലിൻഡോ ജോസഫ് MLA ഇവിടെ വിജയിച്ചു വരുന്ന സമയത്തുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷം നേടി തന്നെയായിരിക്കും ഇവിടെ വിജയിക്കുക. ജനങ്ങൾ അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തയിൽ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവമ്പാടി മണ്ഡലത്തിലെ MLA എന്നുള്ളത് ലിൻഡോ ജോസഫ് തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്നത് ഒരു അയോഗ്യതയാണോ എന്നും താഴെത്തട്ടിൽ നിന്ന് ഭാരവാഹിയായി പ്രവർത്തിച്ചു വന്ന നേതാവാണ് ശ്യാമളയെന്നും വസീഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.